മലയാളത്തിൽ ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റായി ഓടിയ സീരിയലാണ് വിക്രം വേദ. വിക്രമിന്റെയും വേദയുടെയും പ്രണയകഥയാണ് ഇത്. ആദ്യമൊക്കെ ഒരു വില്ലനും നായികയുമാണ് ഇതിൽ തോന്നിയിരുന്നെങ്കിൽ പിന്നീട് വിക്രവും വേദയും എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടുകയായിരുന്നു. ആദ്യമൊക്കെ നെഗറ്റീവ് റിവ്യൂ നേടിയ സീരിയൽ പിന്നീട് വളരെ പോസിറ്റീവായ പ്രേക്ഷക പ്രീതിയോടെ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ വിക്രം വേദ അവസാനിച്ചിട്ട് കുറച്ചു നാളുകളായി. എന്നാൽ ഇപ്പോൾ വിക്രം വേദ പിന്നെയും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പുതിയ കഥയിലുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന സീരിയലാണ് വിക്രം വേദ. വിക്രം വേദ എന്നല്ല ശരിക്കും പറഞ്ഞാൽ സീരിയലിന്റെ യഥാർത്ഥ പേര്, പവിത്രം എന്നാണ്. ഇതിലെ നായകനും നായികയുമാണ് വിക്രവും വേദയും. ഈ പേരുകളാണ് ഇവർക്ക് സീരിയലിനും വന്നു ചേർന്നത്. ഒരു മലയാള ഭാഷ റൊമാൻറ്റിക് ത്രില്ലർ ഡ്രാമ ടെലിവിഷൻ പരമ്പരയായിട്ടാണ് പവിത്രം എത്തിയത്. സുനിൽ കാര്യാട്ടുകരയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ബംഗാളി പരമ്പരയായ ഖേല ഖോറിന്റെ ഔദ്യോഗിക പുനർനിർമ്മാണമാണിത്. സുരഭി സന്തോഷ്, ശ്രീകാന്ത് ശശികുമാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 2024 ഡിസംബർ 16 ഏഷ്യാനെറ്റിലാണ് ഈ പരമ്പരയുടെ സംപ്രേക്ഷണം തുടങ്ങിയത്. പരമ്പരയുടെ ശീർഷക ഗാനം ആലപിച്ചത് അന്ന് ചിത്രയായിരുന്നു. ആദ്യമൊക്കെ വില്ലനും നായികയുമൊക്കെ ആയിരുന്നു. കാരണം വിക്രവും വേദയും തമ്മിലുള്ള ശത്രുതയും പിന്നീട് ഇവരുടെ ഇണക്കവും പിണക്കവും പ്രണയവും എല്ലാം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ്. അവസാന ഘട്ടത്തിൽ വിക്രവും വേദയും പിരിയുന്നൊരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് വിക്രം വേദയോടുള്ള തന്റെ സ്നേഹം എത്രത്തോളം കടുത്തതായിരുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞത്. ആ ഒരു ഘട്ടം കൂടിയായിരുന്നു. ഇങ്ങനെ പോകുന്ന ഒരു ട്രാക്കായിരുന്നു പവിത്രം. പ്രേക്ഷകരെ സംബന്ധിച്ച് സങ്കടവും സന്തോഷവും എല്ലാം നിറഞ്ഞതായിരുന്നു. വാക്കുകൾക്കപ്പുറമുള്ള നന്ദി അറിയിച്ചുകൊണ്ടാണ് വിക്രവും വേദയും ഈ പരമ്പരയ്ക്ക് അവസാനമിട്ടത്. എന്തായാലും വിക്രവും വേദയും ഈ പരമ്പരയുമായി ഇപ്പോൾ വീണ്ടും എത്തുകയാണ്. എന്നാൽ വിക്രത്തിന്റെയും വേദയുടെയും ഈശത്തിലെത്തുന്നത് ഷാനവാസും സ്വാസ്തികയുമാണെന്നാണ് വിവരം. സ്വാസ്തികയും ഷാനവാസും തമ്മിലുള്ള കോംബോ പറയേണ്ട ആവശ്യമില്ല. സീതയിലെ കോംബോ നമ്മൾ നോക്കിയാൽ മതി. സീതയും രാവണനും, അതായത് ഷാനവാസും സ്വാസികയും വീണ്ടും ഒരു വേഷത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്, വിക്രവും വേദയുമായിട്ട്. ശരിക്കും രാധയോട് വിക്രത്തിന് സ്നേഹമാണോ അതൊരു കുഞ്ഞ് അനുജത്തിയോടുള്ള ഒരു സ്നേഹമാണോ? പറയുന്നുണ്ട്, കൂടപ്പിറപ്പിനോടുള്ള സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. അതായത് കൈ പിടിച്ച് നടന്ന കുട്ടിയാണ്, ഇത് കൈ പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കുട്ടിയാണെന്ന് പറയുന്നു. ആ നിന്റെ പുറകെ ഇങ്ങനെ സ്നേഹിച്ച് നടന്ന് എന്റെ മൂക്കില് പല്ല് വരുന്ന എനിക്ക് തോന്നുന്നു. ഏതോ ഒരുത്തിയെ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ നീ എന്റെ ആത്മാർത്ഥ സ്നേഹം മറന്നു അല്ലേ? ആ എന്നെങ്കിലും ഒരു ദിവസം നീ മനസ്സിലാക്കും, നോക്കിക്കോ കേട്ടോ. സഹോദരി സ്നേഹം അതൊന്നും അല്ല, ആൾക്കില്ല. ആൾക്ക് ഫുൾ ഓൺ പ്രേമമാണ്. രാധയുടെ അടുത്ത് ഇങ്ങനെ, അതായത് ഈ വിക്രം വേദ ഒന്നിക്കണം എന്ന് ആഗ്രഹമുള്ളവര് രാധേനെ ഭയങ്കരമായിട്ട് പറയും, ഇവൾക്ക് എന്തിന്റെ കേടാ, ഇവള് ഭയങ്കര സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവള് പറയടാ എനിക്ക് വിഷമമാണോടാ എന്നെ ഇങ്ങനെ കമന്റ്. ഞാൻ പറഞ്ഞു, നീ ആ ക്യാരക്ടർ ചെയ്യുന്നത് അത്രയും അടിപൊളിയായിട്ടാണ് ആളുകൾക്ക് ആ ക്യാരക്ടറിനോട് ദേഷ്യം. മനസ്സിലായോ? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ദർശൻ എന്ന് പറഞ്ഞിട്ട്. എന്റെ കല്യാണം നിശ്ചയിച്ചത് ദർശന്റെ കൂടെയാണ്, അത് മുടങ്ങിയാണ്. സോ കുറെ കമന്റ്സ് ഉണ്ട്, ആ രാധയെ പിടിച്ച് ദർശനം കൊടുക്കും, അവര് സ്വസ്ഥായിട്ട് അങ്ങ് ജീവിക്കട്ടെ, ഇവരെ ഒന്നും അവള് വിട്ടുപോകണം ഇവര് രണ്ടുപേരുടെ ഇടന്ന്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. ഓക്കെ. പിന്നെ പവിത്രത്തിന്റെ മറ്റൊരു തോന്നിയിരിക്കുന്നത്, സാധാരണ സീരിയലില് അമ്മായിമ്മ മരുമോൾ പോര് നമ്മൾ എപ്പോഴും അതൊക്കെ ഒരു കോമൺ ആയിട്ട് കാണുന്ന കുറെ ക്ലീശ സാധനങ്ങളാണ്. എന്നാൽ അതിൽ നിന്നും പവിത്രത്തിന് പ്രത്യേകത, ഇതിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയണത് അമ്മയ്ക്ക്, അതായത് അമ്മായിമ്മയ്ക്ക് മകളോടുള്ള സ്നേഹം. അത് ഇപ്പൊ ചിത്ര ചേച്ചി പാടി പാട്ടിലൂടെ തന്നെയും കാണിക്കുന്നുണ്ട്. അനില ചേച്ചി അമ്മ ആയിട്ട് പ്ലേ ചെയ്യുന്ന ആള്, അനില ചേച്ചി മോളുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹം, എന്റെ മോനെ നന്നാക്കാനായിട്ട് അവിടെ വീട്ടിലാകെ വേദയോട് ഇത്തിരി സ്നേഹത്തോടെ നിൽക്കുന്നതും വേദയ്ക്ക് വേണ്ട കംപ്ലീറ്റ് ഒരു കംഫർട്ട് സോൺ. ഏട്ടത്തിയമ്മയും അതെ. എന്നാലും അമ്മയുടെ പെട്ടെന്ന് ഭയങ്കര അമ്മ സ്നേഹം കിട്ടുക. അത് ഭയങ്കര ഒരു പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു അമ്മായിയമ്മയായിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് ചെറിയൊരു സ്പോയിലറാണ്, പക്ഷെ ഒരു സീനിലിങ്ങനെ അമ്മായിയമ്മ ചോദിക്കും, ഞാൻ ഒരുങ്ങിയിട്ട് പുറത്തു പോവാ, മോള് പുറത്തു പോവാണോ, ശരി ഭക്ഷണം കഴിച്ചിട്ട് പോവാണോ,
അപ്പോ വേറെ എന്റെ ചേട്ടത്തി വന്നിട്ട് പറയും എവിടെ പോണെന്ന് ചോദിക്കുന്നില്ലേ അമ്മേ. അപ്പൊ പുള്ളിക്കാരത്തി ആളടുത്ത് നിന്റെ അടുത്ത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ നീ എവിടെ പോണെന്ന്? ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ ഇവളുടെ അടുത്തും ചോദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അമ്മായിയമ്മയാണ്. ഞാൻ അവരൊക്കെ വളർന്നു, അവരൊക്കെ ജീവിച്ചു പോട്ടെ, അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള അമ്മായിയമ്മയാണ്. ഗിരീഷേട്ടൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര വിമൻ ക്യാരക്ടേഴ്സ് ഭയങ്കര പവറാ. മനസ്സിലാക്കി എഴുതുന്ന ഒരാളാ. സ്ത്രീകളുടെ ക്യാരക്ടർ ഭയങ്കര പവറാ. സോ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനും മാരീഡ് ആണ്, എന്റെ അമ്മായിയമ്മ ഇങ്ങനെയാണ്, നമ്മൾ ഫ്രണ്ട്സ് ആണ്. ഭയങ്കര ഫ്രീക്കാണ്. എന്റെ അമ്മായിയമ്മ ഭയങ്കര കൂളാണ്. നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ കളിയാക്കും. നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും പുള്ളിക്കാരത്തേക്ക് സന്തോഷമാണ്. അല്ലാതെ ഇങ്ങനെ കുശുമ്പ് പിടിച്ച് ഇങ്ങനെ മൂലക്കിരുന്നു അവര് വെളിയിൽ പോണു, അവര് സിനിമ കാണാൻ പോണു, അങ്ങനെ അല്ല. സോ അങ്ങനത്തെയും അമ്മായിയമ്മമാരുണ്ട്, ഇങ്ങനത്തെയും ഉണ്ടെന്ന് അറിയാം നമുക്ക്. ബട്ട് ഇങ്ങനത്തെയും നല്ല അമ്മായിയമ്മമാരും ഉണ്ട്. സോ അവരെയും കാണിക്കണ്ടേ നമ്മുടെ സ്ക്രീനിൽ. അപ്പൊ ഈ എല്ലാ അർത്ഥത്തിലും പവിത്രത്തില് വേദയ്ക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന അമ്മായിമ്മ ആയിക്കോട്ടെ, വേദയുടെ തന്നെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ സുരഭിക്ക് സ്വന്തം ജീവിതത്തില് പല പല കാര്യങ്ങളായിട്ടും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. ആ സീരിയലിലും അങ്ങനെയാണ്. നമ്മള് ചിലപ്പോഴൊക്കെ പണി കൊടുത്തിട്ട് ഹൈഫൈ ഒക്കെ കൊടുക്കും. അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് ഹൈഫൈ ഒക്കെ കൊടുക്കും. അങ്ങനത്തെ ക്യാരക്ടറാണ് നമ്മള്. ആ ബോണ്ടാണ്, അത് കാണാനും ഒരു സുഖമാണ്. അതെ, ശരിക്കും വേറൊരു ഡിഫറൻസ് ആണല്ലോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യണത് തന്നെ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇതിനകത്ത് ആ ഒരു ഇത് കഴിഞ്ഞപ്പോ തന്നെ എവിടുന്നൊക്കെയോ ആൾക്കാർക്ക് എവിടുന്ന കിട്ടുന്നറിയില്ല, സുരഭിയുടെ ഒറിജിനൽ ലൈഫിലെ കല്യാണത്തിന്റെ വീഡിയോ ഉടനെ എടുത്തിട്ട് അതെടുത്ത് വൈറലാക്കുക. ഈ സീരിയൽ ഭയങ്കര വൈറലായപ്പോഴത്തേക്ക് അതൊക്കെ എടുത്തോണ്ട് ആൾക്കാർ വരിക, അത് ഇടുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അതൊക്കെ കണ്ടിരുന്നോ? അതെ, കണ്ടിരുന്നു. അതിലൊരു റീലുണ്ട്, അതിനെന്തോ 6 മില്യണോ 7 മില്യൺ ഞാൻ കരയുന്ന റീലും. ആണോ? കല്യാണത്തിന് കഴിഞ്ഞിട്ട് പോകുമ്പോ? ഇല്ല, ഞാൻ കല്യാണം മണ്ഡപത്തിൽ വെച്ച് കരയുന്ന ഒരു സീനുണ്ട്, ഒരു വീഡിയോ ഉണ്ട്. എല്ലാരും കണ്ടു. എല്ലാരും കണ്ടിട്ട് എനിക്ക് അയച്ചു തരുന്ന ക്ലിപ്പ് അതാണ്. എന്തിനാ കരയുന്നത്? ആക്ച്വലി ഞാൻ കാല് തൊട്ട്, നമ്മള് ദക്ഷിണ കൊടുത്ത് കാല് തൊട്ട് തൊഴുവല്ലോ. എന്റെ ജീവിതത്തില് എന്റെ ചേട്ടൻ എപ്പോഴും പറയുന്നേ, നീ എപ്പ കെട്ടിപ്പോവും, നീ ഒന്ന്